ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിത് വയനാട് രണ്ടാമത്തെ ദിവസമാണ്. ഞാൻ രാവിലെ 6 മണിക്ക് എണീറ്റു. രാവിലെ നമുക്കൊരു ട്രക്കിംഗ് ഉണ്ട്, അപ്പോൾ അതിന് ട്രക്കിങ്ങിന് പോകണം. അപ്പം ഞാൻ നേരത്തെ എണീറ്റു, ജസ്റ്റ് ഒന്ന് ഫ്രഷായി, ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ല. വന്നിട്ട് ഇനി കുളിച്ചിട്ട് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഭയങ്കര തണുവാ. നമ്മുടെ അവിടെ ഇങ്ങനെ പൊള്ളണ ചൂടത്ത് കിടന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഭയങ്കര തണുച്ചു. അയ്യോ, ഇറക്കിയിരുന്നു നിലക്ക്. ഒരാൾ കണ്ടില്ലേ നടന്ന് പോണ. ചായ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെയാണ് നമ്മൾ സ്റ്റേ ആയിരുന്നത്. ഇതാ ഈ ടെൻറ്റിലായിരുന്നു ഞങ്ങൾ ഇന്നലെ കിടന്നത്. ഭയങ്കര തണവായിരുന്നു. ചുറ്റും താ ഇങ്ങനത്തെ കാട്, കാട്. ഒരുമാതിരി കിളികളുടെ എന്തിൻ്റെയൊക്കെ ശബ്ദം കേട്ടിട്ട് എനിക്കതൊക്കെ പേടിക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. ഇത്രയും ചൂട്. നമ്മുടെ അവിടെ 42 ഒക്കെ, ഇവിടെ ഇങ്ങനെ തണുപ്പ്. അങ്ങനെ ഓരോരുത്തരായിട്ട് എണീറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ചിലരൊക്കെ നിന്ന് വെയിൽ കൊള്ളുന്നുണ്ട്. ഈ നല്ല ഇങ്ങനെ തണുപ്പത്ത് ഇങ്ങനെ ഇളം വെയിൽ കൊള്ളാൻ ഭയങ്കര രസമാണ് കേട്ടോ രാവിലെ. അതും ഇവിടെ നല്ല തണുപ്പുള്ളതുകൊണ്ടാണ്. നമ്മുടെ അവിടെയാണെങ്കിൽ ഈ സമയത്ത് ഇളം വെയിൽ പോയിട്ട് ഒരു വെയിലിൻ്റെ ചുവട്ടിലും പോയി നിൽക്കില്ല, കാരണം അത്രയും ചൂടാണ്. രാവിലെ ആണെങ്കിലും ഈവനിങ്ങിലൊക്കെ ആണെച്ചെങ്കിലും ലൈറ്റായിട്ട് വരുന്ന വെയിലിന് വരാൻ നമുക്കിപ്പോൾ ഭയങ്കര ചൂടാണ്. പക്ഷേ ഇവിടെ ആ നേരത്ത് ഭയങ്കര സുഖമായിരുന്നു. രാവിലേക്ക് നല്ല തണുപ്പായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സമയം കൂടുന്തോറും തണുപ്പ് ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഈ സൺലൈറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കാൻ നല്ല രസമായിരുന്നു. ആ സമയത്ത് അവിടെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. അതിങ്ങനെ മൊത്തം ചുറ്റുപാടും കാണാൻ ഭയങ്കര രസമായിരുന്നു. അപ്പം ഞാനും കുറച്ച് നേരം ഇങ്ങനെ വെയിലൊക്കെ കൊണ്ട് നിന്നു. അപ്പോൾ ഈ സൺ കിസ്ഡ് ലുക്ക് ഇപ്പോഴാണ് ശരിക്കും കറക്റ്റ് ടൈമിൽ. നല്ല രസമാണ്. ആ സമയത്ത് നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഗ്ലോ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ രാവിലെ നമുക്ക് 7 മണിക്ക് ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ ട്രക്കിങ്ങിന് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്കൊന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. മെയിനായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇത് കഴിഞ്ഞ് വന്നിട്ടാണ്. അപ്പോൾ ചായയും ബിസ്ക്കറ്റും അവിടെ അവർ നമുക്ക് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ പോവാണ്. നല്ല കട്ടൻ ചായ, അത് ഈ തണുപ്പത്ത് ഈ ചൂട് ചായ കുടിക്കുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ചായ കുടിച്ച് പിന്നെ ബിസ്ക്കറ്റൊക്കെ കഴിച്ചിങ്ങനെ റെസ്റ്റ് ചെയ്തിരുന്നു. അവിടുത്തെ ഒരു ഡൈനിങ് ഏരിയ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. വുഡിൻ്റെ മേശയും ചെയറും ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് നല്ല രസമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എല്ലാവരും എണീറ്റിട്ടില്ല. അപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. അത് അവിടെയുള്ള അവരുടെ പെറ്റ് ഡോഗാണ്, റിയോ എന്നാണ് ഇതിൻ്റെ പേര്. ഭയങ്കര ക്യൂട്ടാണ്, ചെറിയ കുട്ടിയാണ്, ഭയങ്കര രസമാണ്. അത് സാധാരണ ഗസ്റ്റുകളുടെ അടുത്ത് അങ്ങനെ ഇണങ്ങാറില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് നന്നായി ഇണങ്ങി ഞങ്ങളുടെ അടുത്ത്. എനിക്കാണെങ്കിൽ പെറ്റ്സിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കണ്ടുവെച്ചെങ്കിൽ പിന്നെ ഒറ്റങ്ങളിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും. ഡോഗ്സ് ആണെങ്കിലും ക്യാറ്റ്സ് ആണെങ്കിലും എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ വേഗം നമ്മുടെ അടുത്ത് ഇണങ്ങുകയും ചെയ്തു. ഇങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ കളിച്ചിരിക്കുകയാണ്. ഷൂ ഒക്കെ ഇങ്ങനെ കടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ കളിച്ചിരുന്ന പിന്നെ ഇങ്ങനെ നേരം പോണത് അറിയില്ല. അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അതായത് കളിക്കുകയാണത്. അതിൻ്റെ വേണ്ട പ്രിക്കോഷൻസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി അവർ എടുത്തിട്ടുള്ളതാണ്. ഞങ്ങൾ ചോദിച്ചു ആദ്യം തന്നെ, എന്ന് വെച്ചാൽ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് തന്നെയാണെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ നമുക്ക് കുറച്ചും കൂടി ധൈര്യമായിട്ട് അതിൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റിയോ. അതിൻ്റെ റിയോ എന്ന് പേര് വിളിച്ചാൽ ഇങ്ങനെ ഓടി വരും. പിന്നെ അതപ്പോൾ ഒരുവിധം എല്ലാവരും എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗൈഡിനെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ട് അടുത്ത് കൂടെ തന്നെയാണ്, തൊട്ട് സൈഡിൽ കൂടെ തന്നെ ഒരു വഴി അങ്ങനെ മുകളിലേക്ക് കയറി പോകണം. അപ്പോൾ 4 കിലോമീറ്റർ നമുക്ക് ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നിട്ടാണ് പോകുന്നത്. കാട്ടിലൂടെ ഉള്ള ട്രക്കിങ്. അതിങ്ങനെ ഒരു കയറ്റവും ഇറക്കമൊക്കെ ആയിട്ട് നിറച്ചിങ്ങനെ മരങ്ങളാണ്. അപ്പോൾ ഇവർ പറയുന്നത് ശരിക്കും ജൂൺ സമയത്ത് വേണം ഇങ്ങോട്ട് വരാമെന്ന്. ആ ടൈമാണ് ശരിക്കും കറക്റ്റ് സീസൺ. ഇത് അവിടെ ഉള്ളൊരു വലിയൊരു മരമാണ്. എത്രയോ കാലപ്പഴക്കം കൂടിയിട്ടുള്ള മരമാണ്. അതിങ്ങനെ ഫുൾ വേരുകളൊക്കെ ഇങ്ങനെ പടർന്ന് വീണ് കിടക്കുക. അപ്പോൾ നമുക്കതിൻ്റെ മേലേക്ക് ഇങ്ങനെ കയറാം, ഇങ്ങനെ കയറി പോവാം. അപ്പോൾ അവൻ കുറേയൊക്കെ കയറിപ്പോയി. ഞാൻ അധികം അങ്ങനെ കയറിയില്ല. ജസ്റ്റ് പകുതി വരെ കയറി നിന്നൊന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് കയറി നിന്നു. പക്ഷേ കയറാനും ഒരു സുഖമായിട്ട് നമുക്ക് കയറാം കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അതും ഇങ്ങനെ പിടിച്ച് കയറാവുന്നുള്ളൂ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളൊന്നും കയറുന്നില്ലേ എന്ന് ഗൈഡ് എല്ലാവരുടെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് 4 കിലോമീറ്റർ നടക്കാണ്ടല്ലോ. അപ്പോൾ നമ്മളിനിപ്പോൾ അധികം സമയം കളയണ്ടെന്ന് വിചാരിച്ച് അധികം ചുറ്റിപ്പറ്റി നിന്നില്ല. പിന്നെ നമ്മൾ നടക്കാൻ തുടങ്ങി. അപ്പോൾ
ജൂൺ സമയത്താണ് ഇവിടുത്തെ കറക്റ്റ് സീസൺ എന്നാണ് അവർ പറയുന്നത്. കാരണം ആ സമയത്ത് ഇപ്പോൾ ഈ ഉണങ്ങി നിൽക്കണതൊക്കെ മാറി ഫുൾ നല്ല പച്ചപ്പായിട്ടുണ്ടാവും. സാധാരണ നമ്മൾ ഈ തണുപ്പ് സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ നവംബർ ഡിസംബർ വിൻ്റർ സീസണാണെന്ന് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇവിടെ ജൂൺ സമയത്ത്, അതായത് ജൂൺ ജൂലൈ മൺസൂൺ സമയത്ത് വരികയാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് അവർ പറഞ്ഞത്. കാരണം ആ സമയത്ത് വരുമ്പോൾ കുറച്ചും കൂടിയും ഒരു ഇരുട്ട് മൂടി പിടിച്ച പോലത്തെ അവസ്ഥയായിരിക്കും. കാരണം എല്ലാ മരങ്ങളും ഒന്നുകൂടി നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ടാവും. ഈ ഉണങ്ങി നിൽക്കുന്നതൊക്കെ മാറി നല്ലോണം പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് കാണാനും നല്ല രസമാണ്. ആ സമയത്ത് നല്ല ഇരുട്ടടഞ്ഞിട്ടുള്ള മഴയും കാറ്റൊക്കെ വരും. അപ്പോൾ ശരിക്കും നമുക്ക് പേടിയോത്രേ. ആൾ പറയാണ്ട് തന്നെ എനിക്ക് ഈ സമയത്ത് നിൽക്കുമ്പോൾ തന്നെ തോന്നിയിരുന്നു. രാവിലെ എണീക്കുമ്പോൾ ഒരു ചൂളം വിളിക്കുന്ന പോലുള്ള ഒരു കിളിയുടെ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ശരിക്കും അത് കേൾക്കുമ്പോൾ ഒരു പേടി തോന്നിയിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക തരം നമ്മളധികം കാണാത്തയും കേൾക്കാത്തൊക്കെ ആയിട്ടുള്ള എന്താ പറയുക ചെറിയ ചെറിയ കിളികളും ഇതൊക്കെയും കാണാം. പിന്നെ ഇവിടെ കാട്ടുപോത്തും അതുപോലെ ആനയുമൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ പോയ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. ആനപ്പിണ്ടൊക്കെ കണ്ടു അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത്. ആന ഇറങ്ങുന്നൊരു സ്പോട്ട് തന്നെയാണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അതങ്ങനെ ഇല്ല. എന്നാലും നമ്മൾ താമസിക്കുന്ന സ്ഥലം സേഫ് തന്നെയായിരുന്നു. പിന്നെ കാട്ടുപോത്ത് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞങ്ങൾക്കന്ന് ഭാഗ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ആൾ പറഞ്ഞത്. അല്ലെങ്കിൽ കഴിഞ്ഞ വീക്ക് വന്ന ആൾക്കാർക്കും കാട്ടുപോത്തിനൊക്കെ കാണാൻ പറ്റിയെന്ന് പറഞ്ഞു. മലയണ്ണാനെയൊക്കെ കാണാൻ പറ്റി. അതൊക്കെ കണ്ടിരുന്നു. പിന്നെ നമ്മളത് അങ്ങനെ നടന്ന് ഇങ്ങനെ പാറക്കെട്ടിൻ്റെ കല്ലുംകെട്ടിൻ്റെ ഒക്കെ മേലെ കൂടെ പോകും. അപ്പോൾ നമ്മുടെ കുറച്ചൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഫുള്ള് നമ്മളിങ്ങനെ നടന്നല്ലേ പോണത്. അപ്പോൾ നേരായിട്ടുള്ള വഴി ഉണ്ടാവും. പക്ഷെ നമുക്ക് നേരായിട്ടുള്ള വഴി കൂടെ പോവില്ല. ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, കുറച്ചിങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള വഴി കൂടെ വേണമല്ലോ പോവാൻ. അപ്പോൾ അതെല്ലാവരും ഇങ്ങനെ പാറക്കെട്ടിന്മേൽ കൂടെയൊക്കെ ഇങ്ങനെ കയറി വരികയാണ്. അപ്പോൾ ചില സ്ഥലത്ത് ചെറുതായിട്ട് ഇങ്ങനെ വഴുക്കലൊക്കെ ഉണ്ട്, ഇങ്ങനെ വെള്ളം ഉള്ളതുകൊണ്ട്. എന്നാലും സമ്മർ ആയതുകൊണ്ട് നല്ലോണം വെള്ളത്തിൻ്റെ ഒരു കുത്തിയൊഴുക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ ഓക്കെ മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്തെടുത്തോ. ഒരു ഫോട്ടോ കൂടി എടുത്തിട്ട് പോകാം. ആ യാതും കായ്പന്നെ അല്ലേ? അവളെ മോളിൽ നിന്ന് 2 കല്ലെടുത്തിട്ട് ഫുൾ അവള് വെച്ചതായിട്ട്. ഇത് ഞങ്ങളുടെ കൂടെ ഗൈഡിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരു പയ്യനാണ്. അപ്പോൾ ആൾ അവിടെ നിന്നിട്ട് ഈ ടവല് പോലത്തെ സംഭവം ഇങ്ങനെ മോളിക്കിട്ടിട്ട് ഇങ്ങനെ ചെയ്യില്ല. എനിക്ക് അറിയില്ല എന്താ ഇതിന് പറയാമെന്ന്. അപ്പോൾ ആളിതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ അതൊന്ന് കാണിച്ചതെന്ന് പറഞ്ഞപ്പോൾ ആൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തതെന്നാണ്. അപ്പോൾ ഞങ്ങൾ കൂടാണ്ട് വേറെ അവിടെ തന്നെ വേറെ റിസോർട്ടിൽ താമസിക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അവർ മുകളിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു, മുന്നിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒപ്പമുള്ള പയ്യനായിരുന്നു അത്. ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ചെറിയൊരു നീരുറവുകൾ പോലെയും ചെറിയ ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങൾ പോലത്തെ സ്പോട്ടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്നും അങ്ങോട്ട് കയറിയില്ല. കാരണം അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കണം, വഴുക്കൽ ഉണ്ട്. അപ്പോൾ അത് നോക്കി പോകണം. ഇതാണ് അവിടെ കുറച്ചും കൂടുതൽ അല്ലെങ്കിൽ ഒരു മോസ്റ്റ് അഡ്വഞ്ചറസ് പാർട്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നിയൊരു ഭാഗം. ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി പോകണം. അപ്പോൾ നേരത്തെ കണ്ട ഒരു വാട്ടർഫോൾസിൻ്റെ ആ ഒരു മലയിടുക്കിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ഭാഗമാണിത്. അപ്പോൾ ഇത് കയറാൻ അവർ ഓൾറെഡി അവിടെ ഇങ്ങനെ ഒരു കയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ മരങ്ങളുടെ വള്ളികളൊക്കെ ഉണ്ട്, അതുമൊക്കെ പിടിച്ചിട്ട് വേണം കയറാൻ. അതാണ് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയത്. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ സിമ്പിളായിട്ട് തോന്നാം, പക്ഷെ നേരിട്ട് അങ്ങനെയായിരുന്നില്ല. അതുമ്പോൾ പിടിച്ച് കയറാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്, നമുക്ക് വീഴുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. ഞാൻ ഈ ഫോണും കൈ പിടിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കൈ കൊണ്ട് കുത്തിയിട്ടൊക്കെയാണ് നടന്നിരുന്നത്. പക്ഷെ അത് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് രാവിലെ ആയതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ശരിക്കും നല്ലൊരു മോർണിംഗ് വോക്ക് കിട്ടിയെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗൈഡ്. അപ്പോൾ നമുക്ക് അവിടെ മുന്നേ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഏറ്റവും ടോപ്പിലായിട്ട് വേറൊരു സ്റ്റേക്കേഷൻ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഒരു സമയത്ത് അവിടെ ആന ഇറങ്ങിയിട്ട് അത് മൊത്തം നശിപ്പിച്ച് കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ആളത് ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു.
അപ്പോൾ ഇടയ്ക്ക് ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിന്നതാണ്. അപ്പോഴാണ് ആളിങ്ങനെ ഓരോ കഥകൾ പറയണത്. പിന്നെ നിറയെ ഏലുണ്ട്, ചുറ്റും നിറയെ ഏലുണ്ട്. അപ്പോൾ ചില ഇതൊന്നും നോക്കുന്നതൊന്നല്ല, ആൾക്കാർ ഇങ്ങനെ നോക്കുന്നതൊന്നല്ല, അല്ലാത്തതുകൊണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ആന ഇറങ്ങിപ്പോയിട്ടുള്ള ഭാഗങ്ങൾ ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ മെതിച്ച പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആൾ ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ നമ്മുടെ റിയോ ബേബി നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, അതിങ്ങനെ നമ്മുടെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിനൊരു ക്ഷീണമില്ല. അപ്പോൾ ആൾ പറയുന്നുണ്ട് ഇങ്ങനെ നടത്തൊക്കെ കുറവാണ്, എപ്പോഴും ഫുഡ് കഴിച്ച് കിടത്തുറങ്ങാൻ പണി, ഇപ്പോഴാണൊന്നും ഇങ്ങനെ നടക്കണമെന്ന്. അപ്പോൾ അതിനൊരു കമ്പ് കിട്ടിയപ്പോൾ അതിങ്ങനെ പിടിച്ച് നടക്കുക. അപ്പോൾ ആൾ പറയുന്നുണ്ടായിരുന്നു ഇനി കുറേ നേരം അത് ആ കമ്പ് അങ്ങനെ കടിച്ച് പിടിച്ചിങ്ങനെ നടന്നോളുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു അതിൻ്റെ നടത്തം ഇങ്ങനെ കാണാൻ. അതിൻ്റെ ഗൈഡിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഓടി ഓടി നടക്കുകയായിരുന്നു. പിന്നെ ഈ അവിടെ ചൂട് കുറവായതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ നടക്കുമ്പോഴാണെങ്കിൽ നമ്മളിങ്ങനെ വിയർക്കണോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് അവിടെ ഇങ്ങനെ ഒരു കമ്പിവേലി പോലെ കിട്ടിയേക്കണതാണ്. അതിങ്ങനെ മൃഗങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ഷോക്കിൻ്റെ സംഭവം ഇങ്ങനെ വെക്കുമല്ലോ, ഇങ്ങനത്തെ ചില സ്പോട്ടുകളിൽ, അതാണ്. അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ 4 കിലോമീറ്റർ ട്രക്കിങ് കഴിഞ്ഞിട്ട് വന്നു. ഇനിയും ശരിക്കും ഉണ്ട്, ഇതിൽ കൂടുതൽ നമുക്ക് വേണമെങ്കിൽ പോവാം. പിന്നെ നമ്മൾ അത്രയ്ക്ക് ആയില്ല, ആ സമയപ്പോഴത്തേക്കും നമുക്ക് വിശന്ന് തുടങ്ങിയപ്പോഴത്തേക്കും ഒരു 9:30 ഒക്കെ ആയി. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. അപ്പോൾ രാവിലെ തന്നെ നല്ല ചൂട് ഇഡ്ഡലി സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ചട്നി ഉണ്ട്, പിന്നെ ബ്രെഡും ജാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി വന്ന് ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. ഞങ്ങളിൽ ചിലവരൊന്നും വന്നില്ല ട്രക്കിങ്ങിന്, അവരൊക്കെ ലേറ്റ് ആയിട്ടാണ് തലേദിവസം കിടന്ന് ഉറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ചിലവരൊന്നും വന്നില്ല. അവരൊക്കെ ഞങ്ങൾ തിരിച്ച് വന്ന് ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ എണീറ്റ് വരുന്നുണ്ടായിരുന്നുള്ളൂ. ഫുഡൊക്കെ നല്ലത് തന്നെയായിരുന്നു, നല്ല ഫുഡ് തന്നെയായിരുന്നു, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫ്രഷോടെ കഴിക്കാനൊരു ഫീൽ തോന്നി. അപ്പോൾ തന്നെ നമ്മൾ കുക്ക് ചെയ്തിട്ട് കഴിക്കല്ലേ. അപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും കുറച്ച് നമ്മൾ ലേറ്റായിട്ടിരിക്കും, അധികം നേരം വെച്ചിരുന്നിട്ടൊന്നല്ല കഴിക്കണ്ടായിരുന്നു. ഫുഡായ വഴിക്ക് നമ്മുടെ അടുത്ത് കഴിക്കുക. അപ്പം നല്ല ചൂടോടെ കഴിക്കുമ്പോഴും അതാ തണുപ്പത്ത് ഇങ്ങനെ അതും വിശന്നിങ്ങനെ ഇത്ര ദൂരം നടന്ന് വിശന്ന് കഴിക്കുമ്പോൾ കുറച്ചും കൂടിയും സാധാരണത്തേക്കാൾ കുറച്ച് കൂടുതൽ സ്വാദ് തോന്നും. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ അവിടെ തന്നെ ഒരു അരുവിയുണ്ട്, ഒരു ചെറിയ, നമ്മളത് ആദ്യം വരുന്നത്, നമ്മൾ ഈ റിസോർട്ടിലേക്ക് വരുന്നത് അത് കടന്നിട്ടാണ്. ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പാർക്കെട്ടുകളൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ വെള്ളം, ആ ഭാഗമാണത്. അപ്പോൾ അവിടേക്ക് ആദ്യത്തെ ദിവസം ഇവർ ബോയ്സ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഓൾറെഡി 5 മണി ഉണ്ടായിരുന്നു. ഇതിൻ്റെ ആദ്യത്തെ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാവും ഞങ്ങൾ ലേറ്റായിട്ട് എത്തിയത്. അപ്പോൾ അന്ന് ഈവനിങ്ങിൽ ഇവരെല്ലാവരും ബോയ്സ് എല്ലാവരും അവിടെ പോയിട്ട് കുളിക്കും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല, രാവിലെ പോവാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ പോയി. അപ്പോഴും എല്ലാവരും വന്നില്ല, എനിക്ക് പിന്നെ എന്തായാലും പോകണമെന്ന് നിർബന്ധമായിരുന്നു. ഇങ്ങനത്തെ ആ ഒരു ഭാഗം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ശരിക്കും നല്ല സ്ഥലം ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്പോട്ടാണ്. നമുക്ക് നല്ല കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വന്നിട്ട് വെച്ചാൽ അടിപൊളി ഫോട്ടോസ് എടുക്കാം. അതും ഈ ഒരു ടൈമിൽ, മോർണിംഗ് ടൈമിൽ വന്നെടുക്കണം. അപ്പോൾ നല്ല ലൈറ്റിൽ നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടും. അപ്പോൾ ആദ്യം ഞാൻ ഇറങ്ങാൻ മടിച്ച് നിന്നു. പിന്നെ കുറച്ച് നേരം ഒന്ന് കാല് വെള്ളത്തിൽ ഇട്ടപ്പോൾ തന്നെ അയ്യോ ഭയങ്കര തണുപ്പായിരുന്നു. ശരിക്കും നമ്മൾ ഐസ് വാട്ടർ എന്ന് പറയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇറങ്ങാൻ ഞാൻ കുറേ മടിച്ചു. പക്ഷെ ഇങ്ങനെ ഇത് ഇവിടെ വന്നിട്ട് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാണ്ടിരുന്ന എങ്ങനെയാണ്. അപ്പം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കളിച്ചിങ്ങനെ നിന്നു, എന്താ വേണ്ടതെന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ ഇവരൊക്കെ ഓൾറെഡി ഇറങ്ങി കുളിക്കൽ തുടങ്ങി വെള്ളത്തിൽ. അത്ര വലിയ ആഴമൊന്നുമില്ല, ചില സ്ഥലത്ത് മാത്രം ചെറിയൊരു ആഴം പോലെ. പക്ഷെ എന്നാലും നമ്മളങ്ങനെ മുങ്ങിപ്പോകുന്നില്ല, അങ്ങനെ ഒഴുക്കും ഒന്നുള്ള വെള്ളമൊന്നുമല്ല. പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരാൾ എന്നെ ഞങ്ങൾ കടക്ക് എന്ന് പറഞ്ഞിട്ട്, ഞാൻ വേണ്ടെന്ന് പറയുന്നുണ്ട്, തണവാണ് മുങ്ങും. അപ്പോൾ ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവരെന്നെ തള്ളിയിട്ടതാണ് ഈ കാണുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ച് കയറി. അപ്പോൾ രാവിലെ ശരിക്കും ഈ തണുത്ത വെള്ളത്തിൽ, നാച്ചർ വാട്ടറാണല്ലോ അത്, അപ്പോൾ പ്രകൃതിയിൽ അങ്ങനെ സുന്ദരമായി കിടക്കുന്ന നല്ല വെള്ളമല്ലേ. അപ്പോൾ അതിൽ തന്നെ കുളിച്ച് കഴിഞ്ഞിട്ടപ്പോൾ ശരിക്കും നല്ലൊരു ഉഷാറ് തോന്നുന്നുണ്ടായിരുന്നു. ഒരു ഉറക്കക്ഷീണമൊക്കെ ശരിക്കും പോയി. തലേ ദിവസം ഞങ്ങൾ നല്ല ലേറ്റായിട്ടാണ് ഉറങ്ങിയത്, അപ്പോൾ അതുകൊണ്ടൊരു ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ റൂമിൽ പോയി ഒന്നും കൂടി വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി. പിന്നെ നമുക്ക് പോകണം, നമുക്ക് 12 മണിക്കാണ് ചെക്കൗട്ട്. അപ്പോൾ നമ്മൾക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ നമ്മൾ പോകുന്ന വഴിക്കാണ്. നമ്മൾ ഫസ്റ്റ് ഡേ വരുമ്പോൾ ഉച്ചയ്ക്ക് കഴിച്ച സ്ഥലത്തു നിന്ന് തന്നെയാണ് നമ്മൾ തിരിച്ച് പോകുമ്പോഴും കഴിക്കണത്. അപ്പോൾ പോണാട്ടി മുന്നേ എല്ലാവരും ഒന്നും കൂടി എക്സ്പ്ലോർ ചെയ്യാണ്. ഊഞ്ഞാലൊക്കെ ആടാത്തവർ ഊഞ്ഞാലാടിയിട്ടും എനിക്ക് കേട്ട്. അപ്പോൾ ഞങ്ങൾ കൂടാണ്ട് വേറൊരു ഫാമിലി കൂടി അവിടെ ഉണ്ടായിരുന്നു. അവർ ഓൾറെഡി അന്ന് മോർണിംഗിൽ തന്നെ വെക്കേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്.
ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് ചൂടായി തുടങ്ങിയിട്ട് അപ്പോൾ തന്നെ ഒരു 11-11:30 സമയമായിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് അവിടെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ്. അതായത് നമുക്ക് എല്ലായിടത്തും ഇങ്ങനത്തെ ടെൻറ്റ് സെറ്റപ്പ് ആണെങ്കിലും ഇതൊരു കൂടാരത്തിൻ്റെ ഉള്ളൊരു ടെൻറ്റ് വെച്ചേക്കായിരുന്നു. അതെനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അതാണ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് 7 കിലോമീറ്റർ ട്രക്കിങ് ചെയ്ത് ജീപ്പിൽ ട്രക്കിങ് ചെയ്ത് തന്നെ പോകണം. അപ്പോൾ നമുക്ക് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ പോവാണ്. അപ്പോൾ നമുക്കുണ്ടായിരുന്നു, കാരണം വരണ സമയത്ത് തന്നെ നിറച്ച് പൊടിയായിട്ടാണ് നമ്മൾ വന്നത്. അത് പിന്നെ പോട്ടേന്ന് വിചാരിക്കാം, നമ്മൾ വന്ന് ഫ്രഷായിട്ട് പിന്നെ അങ്ങനെ അന്നത്തെ ദിവസം അവിടെ നിൽക്കാനുള്ളത്. പക്ഷെ നമ്മൾ തിരിച്ച് പോവില്ല, തിരിച്ച് ഇനി വീട് വരെ തൃശ്ശൂർ വരെ എത്തണം. അപ്പോൾ ഈ പോണ സമയത്ത് ആകെ പൊടി പിടിച്ച് എന്താവും എന്നുള്ളത്. പക്ഷെ അത്ര ഒരു റഷ് ഉണ്ടായിരുന്നില്ല. മറ്റേത് ഞങ്ങൾ വരുന്ന സമയത്ത് ആ ടൈം എന്ന് പറയുമ്പോൾ ഒരുവിധം ഇവിടെ തന്നെയാണ് തൊള്ളായിരംകണ്ടിയിൽ ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പോൾ അവിടെ കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുണ്ടായിരുന്നു. പക്ഷെ തിരിച്ച് വരുമ്പോൾ അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് എത്തി. അപ്പോൾ താഴെ നമ്മുടെ ട്രാവലർ കിടക്കുന്ന ഭാഗം എന്താ, ട്രാവലർ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തൊട്ടടുത്ത് ചെറിയൊരു ഷോപ്പുണ്ട്, ഇങ്ങനെ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ റെസ്റ്റ് ചെയ്യണം, എല്ലാവരും വരാൻ വേണ്ടിയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാനിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉപ്പ് സോഡ കുടിക്കാൻ തോന്നി. അപ്പോൾ ഇവിടെയാണ് നമ്മളങ്ങനെ ഒരു കയറുമ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു സംഭവം, എനിക്ക് അതിനെന്താ പേര് പറയാമെന്നറിയില്ല, അത് അവിടെയാണുള്ളത്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഉപ്പ് സോഡയൊക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ തന്നെ നല്ലൊരു ആശ്വാസം. അപ്പോഴത്തേക്കും ചൂടായി തുടങ്ങി കേട്ടോ. ഇവിടേക്കൊക്കെ വരുമ്പോഴത്തേക്കും ചൂട് തോന്നുന്നുണ്ട്, എന്നാലും നമ്മുടെ അവിടുത്തെ ചൂട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചൂട് കുറവാണ്. പിന്നെ നമ്മൾ ട്രാവലറിൽ കയറി നമ്മൾ പോയി. ഇടയിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊരു സ്പോട്ടിൽ ഇറങ്ങി. അപ്പോൾ അവിടെ ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് സെറ്റപ്പ് ഉണ്ട്. അത് വേറെയാണ്, തൊള്ളായിരംകണ്ടിയിലത്തെ ഗ്ലാസ് ബ്രിഡ്ജ് അല്ല. അപ്പോൾ അവിടെ നമ്മളൊരു ചെറിയ കുട്ടി ഷോപ്പിങ്ങിന് വേണ്ടി, പർച്ചേസിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. സാധാരണ വയനാട് മൂന്നാർക്ക് പോയപ്പോൾ എന്തെങ്കിലും ചോക്ലേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമല്ലോ. അപ്പോൾ മെയിനായിട്ട് ചോക്ലേറ്റ്സ് അല്ലെങ്കിലും നല്ല കാപ്പിപ്പൊടിയും തേയിലപ്പൊടിയൊക്കെ ഇവിടെ കിട്ടണതല്ലേ, അപ്പോൾ അത് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പർച്ചേസിന് വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ലത് തന്നെയായിരുന്നു. ഹോം മെയ്ഡാണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്, ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ചോക്ലേറ്റ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പോട്ടിൽ ആണ് നമ്മൾ നിർത്തിയത്. അവിടെ തന്നെ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഗാന്ധിഗ്രാമം എന്ന് പറഞ്ഞിട്ടുള്ള കുറേ വേറെയും ഷോപ്പുകളുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ ലഞ്ച് കഴിച്ച സ്ഥലത്തു നിന്ന് തന്നെയാണ് നമ്മൾ ലഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തി നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോഴത്തേക്കും ഒരുവിധം നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങളൊരു 3 മണിക്കായി എത്തുമ്പോഴത്തേക്കും. അപ്പോൾ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അത്യാവശ്യം നല്ല ബിരിയാണി തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് അതൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് പോരുന്ന വഴിക്ക് ഒരു തൂക്കുപാലം, കോഴിക്കോട് ഒരു തൂക്കുപാലത്തിൻ്റെ അവിടെ നിർത്തി. ഞാനത് സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ, കറക്റ്റ് പ്ലേസിൻ്റെ പേരെന്താണെന്നുള്ളത്. അത് ജസ്റ്റ് ഇങ്ങനെ ഒരു തൂക്കുപാലം അത്രയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പിന്നെ ഇപ്പോഴും ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ അടുപ്പിച്ചിരിക്കുമ്പോൾ നമ്മൾ ടയേർഡ് ആവില്ല എന്ന് വിചാരിച്ച് ഇടയ്ക്കൊന്ന് നിർത്തിയതാണ്. അവിടേക്കൊന്ന് ഇറങ്ങി പിന്നെ തിരിച്ച് പോകുമ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്കൊന്ന് പോയി. അത് കുറച്ച് പേരുടെ നിർബന്ധമായിരുന്നു, നമുക്കൊന്ന് ബീച്ച് കൂടിയും കണ്ടാലോ എന്ന്. എന്നാൽ ശരി, എന്തായാലും പോണതല്ലേ, അപ്പോൾ പോണ വഴിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇതൊരു മൺഡേ ആയിരുന്നു, ഞങ്ങൾ പോയത് സൺഡേ ആണ്. മൺഡേ തിരിച്ചു വന്നു. പക്ഷേ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും ഒരു 5:30-6 മണിക്കായി. അപ്പോൾ കോഴിക്കോട് ബീച്ചിൻ്റെ പ്രത്യേകതയാണല്ലോ, ഇങ്ങനെ നിറയെ ഒരുപാട് ഉപ്പിലിട്ട സംഭവങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ഇവിടേക്ക് പോയി കൂടുതൽ ഐസ്ക്രീം വണ്ടികളാണ് കാണിച്ചെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ അടുപ്പിച്ചായിട്ട് നിറയെ ഇങ്ങനെ ഉപ്പിലിട്ടതും ഇത് ഐസുരത്തി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ കോഴിക്കോടിൻ്റെ സ്പെഷ്യലാണല്ലോ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിങ്ങനെ ഇതിൽ സ്പൈസ് ഉള്ളതും ഉണ്ടാവും, പിന്നെ അതുപോലെ ഷുഗർ ഉള്ളതും മധുരമുള്ളതും ഉണ്ടാവും. അങ്ങനെ കുറച്ചൊരു കടലപ്പരിപ്പും പിന്നെ കുറച്ച് ഇങ്ങനെ ഒരു ചെറി പോലത്തെ ഐറ്റംസൊക്കെ ഇട്ടിട്ടുള്ളത്. അത് പക്ഷേ എനിക്ക് അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല, കാരണം കുറച്ച് ഐസും കട്ടയിൽ ഇങ്ങനെ മധുരിട്ട് തരുന്ന പോലെ തോന്നിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ വാങ്ങിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് കഴിച്ചു എന്ന് മാത്രം. ഓരോ ഫ്ലേവേഴ്സ് അവരിട്ട് തരുന്നു, നമ്മളിപ്പോൾ തരുന്ന ഫ്ലേവേഴ്സ്. പക്ഷെ അതിനാട്ടി നല്ലതായിരുന്നു ഈ ഉപ്പിലിട്ടത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, പപ്പായ, തണ്ണിമത്തൻ, പിന്നെ മാങ്ങ, പൈനാപ്പിൾ, അങ്ങനെ ഒരുവിധം പച്ചക്കറികളെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, മാങ്ങയൊക്കെ അടിപൊളിയായിരുന്നു. അയ്യോ, അത് നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പോൾ നമുക്ക് തന്നെ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് പിന്നെ അതിലവർ സെപ്പറേറ്റ് അവിടെ മുളക് ഇങ്ങനെ ഒരു മുളക് ചാറ് പോലെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്, അതും നമുക്ക് ആവശ്യത്തിനെടുത്ത് കഴിക്കാം.
അപ്പോൾ അതെല്ലാം ഞങ്ങൾ ഒരുവിധം ചിലതൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അത് അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടേക്ക് ഇങ്ങനെ കിടന്ന് നടന്നു. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ചൂടൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുറവുണ്ടായിരുന്നു. ഒരു 6 മണി 6 ടൈം ആയതുകൊണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ കണ്ടതാണ് കുട്ടികൾ ഇങ്ങനെ നിന്ന് പാട്ട് പാടുന്നതും അത് ഷൂട്ട് ചെയ്യുന്നതൊക്കെ. പിന്നെ അവിടെയും കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുള്ള സ്പോട്ടുകളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ ഒട്ടകത്തിൻ്റെ മേലെ കയറി നടക്കുന്നു. പിന്നെ ഇങ്ങനെ ഒരു മറ്റേ ഇതിൽ തൂങ്ങി കിടക്കുന്ന ഈ സംഭവം, അത് ഇത്ര സമയം ഹാങ് ആൻഡ് വിൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്ര ടൈം കിടന്നുണ്ട് വെച്ചെങ്കിൽ നമുക്ക് പൈസ കിട്ടും. ഇതിൽ തൂങ്ങി കിടക്കുന്നതിന് ടിക്കറ്റോ പൈസയൊന്നും ഇല്ല. അത് നമ്മൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ടൈം നമ്മൾ വീഴാണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര പൈസ കിട്ടും, അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ കഫേ പൊളിറ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള KTDCയുടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ നൈറ്റിൽ നമ്മൾ ഫുഡ് കഴിക്കണമായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ വന്നവരൊക്കെ പലരും പല ഭാഗത്തേക്ക് പോയിട്ട്, അപ്പോൾ ഞങ്ങളൊരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എവിടേക്കാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളിടത്തേക്കൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ആ ടൈം ആകുമ്പോഴത്തേക്കും തിരിച്ച് വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ കഫേ പൊളിറ്റൻ എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടെ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ കയറി വന്നപ്പോൾ തന്നെ കോഴിക്കോടിൻ്റെ ഒരു ഭാഗം തന്നെ അവിടെ അവർ വരച്ച് വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. നല്ല ആംബിയൻസ് ആയിരുന്നു. ഭയങ്കര സൈലൻ്റായിട്ട് പീസ്ഫുള്ളായിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് AC ആയിരുന്നു. നമ്മളൊരു AC ഉള്ള സ്ഥലം തപ്പി നടക്കുകയായിരുന്നു. ഈ ചൂടത്തു നിന്ന് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് അങ്ങനെ വലിയ ഫുഡൊന്നും പറഞ്ഞില്ല, ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 ഫ്രഞ്ച് ഫ്രൈസും പിന്നെ നഗറ്റ്സും ജ്യൂസ് ഐറ്റംസും ഒക്കെയാണ് പറഞ്ഞത്. പിന്നെ കോഫി പറഞ്ഞു. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു മാംഗോ ഫലൂഡയാണ് പറഞ്ഞത്. ഐസ്ക്രീം വരുന്നത് എനിക്ക് മാംഗോ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. മാംഗോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ്. അപ്പോൾ അത് വരുന്ന എന്ത് ഐറ്റം ആണെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇത് അത്യാവശ്യം നല്ലതായിരുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. നട്ട്സും പിന്നെ കുറേ ഫ്രൂട്ട്സും ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഒന്നാണ് അവരുടെ പഴംപൊരി എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. പിന്നെ നഗറ്റ്സ് നോർമൽ ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ പഴംപൊരി പറഞ്ഞ ഒരു ഹൈപ്പൊന്നും ഞങ്ങൾക്ക് കഴിച്ചപ്പോൾ തോന്നിയില്ല. ഇത്തിരി ഹാർഡായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ളത് ഇഷ്ടം. ഇത് കട്ട് ചെയ്തിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ പുറത്തത്തെ കോട്ടിങ്ങിനാണ് എനിക്ക് കുറച്ചൊരു വ്യത്യാസം തോന്നിയത്. കുറച്ചൊരു ഷുഗർ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ അത് പൊരിക്കാൻ യൂസ് ചെയ്യുന്ന ബാറ്ററിൽ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അത്രേ തോന്നിയുള്ളൂ. വേറെ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. അപ്പോൾ ബാലൻസ് വന്നപ്പോൾ നമ്മൾ പാഴ്സൽ ചെയ്തതാണ്. അപ്പോൾ പാഴ്സൽ ചെയ്യേണ്ട ആ ഒരു പാക്കേജൊക്കെ അവർ തന്നെ നമുക്ക് കൊണ്ടുവന്നു. നമുക്ക് തന്നെ സ്വയം പാഴ്സൽ ചെയ്യുന്നുള്ളത് എനിക്ക് ബില്ലും ഇത്തിരി കൂടുതലായിട്ടാണ് നമുക്ക് തോന്നിയത്. സാധാരണ സ്ഥലത്തേക്കാൾ ഇച്ചിരി കൂടുതലായി തോന്നി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി നമ്മുടെ ട്രാവലർ എടുക്കുന്നിടത്തേക്ക് പോവാണ്. അപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ ഒരുപാട് ചെറിയ ഷോപ്സ് ഉണ്ട്, ചെറിയ തട്ടുകടകൾ. ഫുള്ളിങ്ങനെ നൈറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. ഇപ്പോൾ കോഴിക്കോട് പോയിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഐ ലവ് കോഴിക്കോട് എന്ന ഇതിലോടത്ത് എത്തി. അവിടെ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ നമ്മുടെ കോഴിക്കോട് എഴുതിയതും കാണാം. അപ്പോൾ അതും എടുത്ത് ഇതൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. കാരണം നമ്മൾ എല്ലാവരോടും കറങ്ങി തിരിഞ്ഞിട്ട് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ആ സമയം ആവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് ചുറ്റി. നമ്മൾ ട്രാവലർ എവിടെയൊക്കെ എടുക്കണമെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവാണ്ട് നമ്മൾ ഡയറക്ഷനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ചൊക്കെ ഒന്ന് ചുറ്റി. പിന്നെ അവിടെയൊക്കെ ചുറ്റി നടന്ന് ലാസ്റ്റ് നമ്മൾ സ്പോട്ടിലെത്തി. അപ്പോൾ പോണ വഴിക്ക് അവിടെ കോഴിക്കോട് ബീച്ച് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് ഈ കാണുന്നതൊക്കെ, ജൈൻ വീലും സംഭവങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ട്രാവൽ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് ഭയങ്കര തിരക്കാണ്, ഭയങ്കര ബഹളമായിരിക്കും. എന്തോരം കേൾക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 2 ദിവസത്തെ വയനാടൻ ട്രിപ്പ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണുന്നതിനെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.